ഇന്നൊരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ് ദീപു നാവായിക്കുളം. അപ്പൊ ദീപു ഒരുപാട് വട്ടം ഈ സ്റ്റേജിൽ വന്ന സ്കിറ്റുകളിലൂടെയും പെർഫോമൻസിലൂടെ നമ്മളെ ഇഷ്ടം പോലെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇപ്പൊ എന്താണ് ഈ 1-1 ഷോയുമായിട്ട് വന്നതിന്റെ ഉദ്ദേശം? എന്താണ് പരിപാടി? മലയാളത്തിലെ ചില സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണ് ലക്ഷ്യം. അതെ അതെ, കുറെ സ്കിറ്റുകളൊക്കെ ചെയ്തു. അപ്പൊ ഇനി സ്റ്റാർ ഷോ കൂടെ ചെയ്യാന്നുള്ളൊരു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ വിനായകൻ ചേട്ടന്റെ ശബ്ദമാണ്. വിനായകൻ ചേട്ടന്റെ ശബ്ദമാണ് ചെയ്യാൻ നീ എൻ്റെ അടുത്ത് വന്ന കാശിനാണ്, എൻ്റെ എല്ലാ ആവശ്യത്തിനുള്ള കാശാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. അമ്മമാർക്കെല്ലാം എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമാണ്. ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശിനോടും. ആശാന് അവന്മാര് കിട്ടില്ല ടീമാണ്, അവന്മാരെന്നെ ഉറക്കും. അടിപൊളി. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഭീമൻ രഘുചേട്ടൻ ഒരു പദ്യപാരായണ വേദിയിലേക്ക് എത്തിയാൽ എങ്ങനെയായിരിക്കും? പ്രിയമുള്ളവരെ, മഹാകവി ഋഷഭാവയുടെ അമ്മച്ചി അതെങ്ങ് തന്നേര് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ശൗവലിന് കുത്തിക്കോരിയ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. മണ്ടേലെ കിട്ടാണി വന്നാലും എൻ്റെ പൊന്നുല്ലാസ പുല്ല് കംപ്ലീറ്റ്. കൊള്ളായിരുന്നു ദീപു, രസമുണ്ടായിരുന്നു. എന്താണ് അടുത്തതിന്? അടുത്തത് നമ്മുടെ ഡയറക്ടർ ലാൽ ജോസ് സാറിന്റെ. അദ്ദേഹം ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും? കോമഡി മസാലയുടെ വേദിയിൽ മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ലാൽ ജോസ് വന്നാൽ എങ്ങനെയുണ്ടാവും? പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ കോമഡി മസാലയിൽ വരാൻ കഴിഞ്ഞതിന്. എൻ്റെ പുതിയ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ താന്തോന്നി എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമയുടെ പേര് ഊച്ചാളി. അതുപോലെ തന്നെ തമിഴിലെ ധനുഷിൻ്റെ യാരടി നീ മോഹിനി എന്ന ചിത്രത്തിൻ്റെ മലയാളം ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമയുടെ പേര് ആരടാ നീ മോഹന. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, ഇനി അടുത്തതാരാണ്? അടുത്തത് മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ. ഓക്കെ. ഞാനാ രാജസെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ. ഇവിടത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുടിയനായ പുത്രൻ. നേരത്തെ പറഞ്ഞല്ലോ രാജരത്നം പിള്ളയുടെ ബിസിനസ് ജീവിതത്തിൽ അവസാനത്തെ സംരംഭം എന്ന്. അവ കറം പറ്റും ഒട്ടുക്കത്തെ സംരംഭം. ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിംഗ് ആണ്. ഓക്കെ, അപ്പൊ വിഷ്വൽ കണ്ടുകൊണ്ട് ഡബ് ചെയ്യും. സുരാജേട്ടന്റെ ശബ്ദമാണ്. ആഹാ. ചട്ടമ്പി നടന്ന ചിത്രത്തിലെ ഒരു സീൻ. ഓക്കെ. കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് ഓടി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. കൂടി വന്ന മല്ലയ്യ ദശമൂലം ദാമു എന്ന് പറഞ്ഞു കാണും. അത് കേട്ടത് ഉണ്ണിത്താനൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടുവോ അവ മല്ലയ്യ കെട്ടുവോന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് ഈ കള്ള പന്നീനെ ഞാൻ കൊന്നുകളയേ ഉള്ളു. നീ എന്ത് പറഞ്ഞാലും അമേരിക്ക ചെന്ന് കയറാൻ തരട്ടാ. ഇവിടെ നില്ലടാ ഇവിടെ. അല്ല പിന്നെ ഇവൻ എന്തൊരു സായിപ്പന ഉണ്ടാക്കിയത്. ഇനി വായനശാലയിരുന്ന് പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായിപ്പോയി. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. കണ്ണും കണ്ടൂടാ, ചെവിയും കണ്ടൂടാ. ശിവനെ ഇത് ഏത് ജില്ല? ഗംഭീര സ്പോട്ട് ഡബിംഗ് ആയിരുന്നു. നല്ല പെർഫോമൻസ്. അത് സുരാജേട്ടൻ അല്ല എന്നുള്ളത് ഫീൽ ചെയ്യേണ്ട. ഇടയ്ക്കൊക്കെ കഴിഞ്ഞപ്പോഴും മറന്നുപോയി. ദീപുവാണല്ലോ ചെയ്യണമെന്നുള്ള കാര്യവും മറന്നുപോയി. സുരാജേട്ടൻ തന്നെയാണെന്നാണ് ഫീൽ ചെയ്തത്. ഞാൻ സുരാജേട്ടന്റെ ശബ്ദം ചെയ്തിട്ടാണ് ആദ്യം മിമിക്രിയിലോട്ട് വരുന്നത്. നാവായിക്കുളത്തൊക്കെ സുരാജേട്ടന്റെ, അതായത് സുരാജേട്ടൻ അത് സാബുണ്ണൊക്കെ ഉണ്ടായിരുന്നു പരിപാടിയിൽ. അപ്പോൾ അന്ന് മുതൽ സുരാജേട്ടന്റെ ശബ്ദം അനുകരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് സുരാജേട്ടൻ്റെ അടുത്ത് വല്ലാത്തൊരു എന്തോ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സുരാജേട്ടനെ. അദ്ദേഹം കാരണമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന്റെ ആക്ഷൻ ഹീറോ ബിജുവിലെ ഡയലോഗ് നന്നായിട്ട് പ്രസന്റ് ചെയ്തു അല്ലേ? അതൊന്ന് ചെയ്യോ? സാറേ, ഞാൻ ഇന്നേ വരെ ഇവളോടൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് ഇവള് പറഞ്ഞാൽ ഞാൻ തിരുത്താനും തയ്യാറാണ്. സിന്ധു, നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ. പക്ഷെ കൊച്ചിന് എനിക്ക് വേണം. പറ്റിക്കാൻ വേണ്ടി പറയാണ്, ലിസൺ അല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരുടെ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം സാർ. താങ്ക് യു. അസാധ്യമായിട്ടുണ്ട്. ഗംഭീരം.
ഉല്ലാസേട്ടാ എന്ത് പറയുന്നു? സൂപ്പർ സൂപ്പർ. അതെ അതിനപ്പുറം പറയാൻ വേറെ വാക്കുകൾ. അതെ അതെ സൂപ്പർ. സുരാജിന് പിന്നെ ജോലി കുറയ്ക്കാൻ പറ്റും. അതെ ഡബിങ്ങിന് ദീപുവിനെ വിളിച്ചോണ്ട് പോയാൽ മതി. പിന്നെ അതുപോലെ മനോജ് കെ ജയൻ ചേട്ടൻ സൗണ്ട് പറഞ്ഞത് അധികം ആരും പറയാത്ത സ്റ്റാറാണ്. പക്ഷെ അത് പക്കയായിട്ട് ദീപ് പറഞ്ഞ സ്റ്റാറുകളെല്ലാം പക്കയാണ്. ദീപ് ഒരു ഓൾറൗണ്ടർ ആയി തെളിയിച്ചു കഴിഞ്ഞു. ആൾ ദ ബെസ്റ്റ്. എല്ലാവിധ നന്മകളും ഉണ്ടായിരുന്നു. ഉല്ലാസ് ഭായി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് തന്നെ. കാരണം ദീപു ആയിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഞാൻ ദീപുമായിട്ട് സ്റ്റേജ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റേജ് ഷോയിനൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കിറ്റുകൾ നടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ TV മാധ്യമങ്ങളിലെല്ലാം ഞങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല എക്സ്പെഷ്യലി സുരാജിൻ്റെ വോയിസ് ആണല്ലോ മെയിനായിട്ടെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാനും ഏറ്റവും അതിനകത്ത് എത്ര കുറേ പേര് അനുകരിക്കുന്നുണ്ടെങ്കിലും ഡിറ്റോ താങ്കളുടെ തന്നെയാണെന്നുള്ളതാണ് നാമായിട്ട്. ഓരോ ഇപ്പം നമുക്ക് ആ ഡബ്ബിങ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരു ചെറിയ മുക്കലും മൂളനും വരെ വിട്ടു കളഞ്ഞിട്ടില്ല. എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും ഉയരങ്ങളൊക്കെ പറക്കട്ടെ. താങ്ക് യു. അപ്പൊ അത് തന്നെയാണ് നമുക്കും ആശംസിക്കാനുള്ളത്. നമ്മുടെ മലയാള സിനിമയ്ക്കും മലയാളത്തിന്റെ കലാലോകത്തിനും ദീപു ഒരു വലിയ മുതൽക്കൂട്ടാവട്ടെ. അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മൾ ഈ വാക്കുകൊണ്ട് അമ്മാനം പാടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്ന ഒരു ചെങ്ങായിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സിദ്ധാർത്ഥൻ കള്ളിക്കാട്. നമസ്കാരം. അപ്പൊ എന്താണ് താങ്കൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്? പ്രോഗ്രാമിന്റെ പേര് നോൺ സ്റ്റോപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം. നോൺ സ്റ്റോപ്പ് ആണ്. അപ്പൊ താങ്കൾ നോൺ സ്റ്റോപ്പ് ആണ്, നോൺ സ്റ്റോപ്പ് ആയി സംസാരിക്കാൻ പോവാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ ഇന്നിവിടെ പ എന്ന അക്ഷരം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ. പ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഇത് സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കി. അപ്പൊ ഇതുപോലെ വേറെ എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് പായാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കത് കേട്ട് നോക്കാം. ശരി. ഓക്കെ. പായില്ലാതെ പറയുവാൻ പറയിവറ്റ പന്തിരുകുലത്തിനു പറ്റുമോ? പാണനും പാക്കനാരും പെരുന്തച്ഛനും പലതായി പിരിഞ്ഞതും പേരും പെരുമയും പൊരുളായി പൊലിഞ്ഞതും 12ാമത്തെ പുത്രന് പറയാൻ പറ്റാതെ പോയതും പാപമായി പോയി. പായിലാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടത്. പനി പിടിച്ച് പുതപ്പിൽ പുതച്ചു പൂണ്ടതും പായേലാണ്. പിണക്കങ്ങൾ പലതും പൊരുത്തപ്പെട്ടതും പായേലാണ്. പലവട്ടം പറഞ്ഞാൽ പ്രിയപ്പെട്ടതാകും, പതുക്കെ പറഞ്ഞാൽ പരദൂഷണവും പറയാം. പെരുപ്പിച്ചു പറഞ്ഞ് പൊങ്ങച്ചം പറയുന്നവനും പൊതിഞ്ഞു പറഞ്ഞു പൊലിപ്പിക്കുന്നവനും പായുടെ പരമാർത്ഥക്കാരനാണ്. പൊതുപ്രവർത്തകൻ പാലം പണിഞ്ഞ് പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പോയതും പ്രതിപക്ഷം പരോക്ഷമായി പണിഞ്ഞ പാലത്തിന് പണി കൊടുത്തതും പാലം പണി പകുതിയിൽ പുതഞ്ഞതും പുതുമയല്ല. പദ്ധതികൾ പാഴാകാതെ പോകണമെങ്കിൽ പഞ്ചായത്തുകൾ പ്രോജക്റ്റുകളിൽ പുതിയ പാഠങ്ങൾ പഠിക്കണം. പാഠം പഠിച്ചു പ്രവർത്തിക്കാൻ പോയവർ പാർലമെന്റിൽ പണം പൊക്കിപ്പിടിച്ചു പോരു കാണിച്ചതും പൊറുക്കാനാവാത്ത പാപമായി പോയി. പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം പായിലാണ്. പർവ്വതങ്ങളും പാറക്കെട്ടുകളും പറവകളും പാടവും പുഴയും പച്ചപ്പും പുൽമേടുകളും പൂക്കളും പൂത്തുമ്പിയും പൂവിളിയും പൊന്നോണവും പുലരിയും പാതിരാവും പായിൽ പതിഞ്ഞത് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാപത്തിൻ്റെ പഴം ഭക്ഷിക്കരുതെന്ന പിതാവിനെ പരീക്ഷിച്ച പെണ്ണും പുരുഷനും പാപത്തിൻ്റെ പടുകുഴിയിൽ പതിച്ചതും പാടത്തു പാത്തിരുന്ന പൊന്മാൻ പരൽമീനിനെ പിടിച്ചതും പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും പോരടിച്ചു പിരിഞ്ഞതും പാവങ്ങളുടെ പടത്തലവൻ പടവാളൂരി പോരാടിയ പഴശ്ശിരാജയും പായിൽ പെരുമ പെരുപ്പിച്ചവരാണ്. പായിൽ 10,000 പദപ്രയോഗമുണ്ടെന്ന് പറയപ്പെടുന്നു. പഴയകാല പെരുമ പിടിച്ചു പറ്റിയ പത്തായപ്പുരയും പാട്ടകൃഷിയും പറമ്പും പണിക്കാരനും പണിയെടുക്കുന്ന പണിക്കാരനും പായിക്കപ്പലിൽ പാഞ്ഞെത്തിയ പറങ്കികളോട് പടപൊരുതിയത് 10,000-കണക്കിന് പടയാളികളാണ്. പായില്ലാതെ പച്ച മലയാളിക്ക് 10 മിനിറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പുലരുമ്പോൾ മുതൽ പാലും പത്രവും പഞ്ചസാരയിട്ട പാൽക്കോഫിയും പുട്ടും പയറും പർപ്പിടകവും പുഴുങ്ങിയ പഴവും പതിവാക്കിയവർ പകുതിക്ക് പുറത്താണ്. പായിൽ പഴഞ്ചൊല്ലു പറയാത്തവർ പാരിലില്ല. പടയെ പേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തി പടയായതും പഴഞ്ചൊല്ലിൽ പതിരില്ലാതായതും പായിലെ പെരുമ പറച്ചിലാണ്. പേനയെ പടവാളാക്കി പൊയ്മുഖങ്ങളെ പാകൊണ്ട് പടപൊരുതിയ പുസ്തകപ്രേമികളായ MP അപ്പൻ്റെ പനിനീർപ്പൂവും പടവാളും P പത്മരാജന്റെ പെരുവഴി അമ്പലവും പരമേശ്വരയ്യരുടെ പിങ്കളയും P കുഞ്ഞിരാമൻ നായരുടെ പൂമാലയും പച്ചയായ പദപ്രയോഗം കൊണ്ട് പിടിച്ചു പറ്റിയത് പത്തരമാറ്റിൻ്റെ പവിത്രതയാണ്.
പഠിപ്പിനും പാണ്ഡിത്യത്തിനും പുറം ലോകത്തിന് പോലും പോരായ്മകൾ പഠിച്ചും പരിഹരിച്ചും പദ്ധതികൾക്ക് പുത്തൻ പിൻബലം പകരുന്നവരുടെ പച്ചപ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയതും 16 കോടി പോക്കറ്റിലാക്കി പോയവനെ പോലീസ് പൊതിഞ്ഞു പോയതും പഞ്ചപാവപ്പെട്ടവൻ പാർക്കാൻ പുരയില്ലാതെ പഞ്ചായത്ത് പടിക്കലുകളിൽ പകച്ചു നിൽക്കുന്നതും പരിഹരിക്കേണ്ടവർ പൊതുപണം പൊതിഞ്ഞെടുത്ത് പളപളത്ത കണ്ണട പുതുക്കിപ്പണിഞ്ഞും പാർക്കുന്നിടം പെയിന്റ് മാറ്റി പരീക്ഷിച്ചും പണം പറത്തി പറക്കുന്നു. അടിപൊളി, നല്ലൊരു കൈയ്യടി കൊടുക്കോ. ഒരു നോൺ സ്റ്റോപ്പ് പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ പാ കൂട്ടി ഇത്രയും വാക്ക് മലയാളത്തിലുണ്ടെന്നുള്ളത് മനസ്സിലായത് അല്ലേ? എന്തുമാത്രം വാക്കുകളാണ്. അപ്പൊ ഇത് താങ്കൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് അല്ലെ? പ്രിപ്പയറിനകത്തൊരു പായുണ്ട്, ഇംഗ്ലീഷ് ആണെങ്കിലും. ഓക്കെ, അദ്ദേഹം ഇത്രയും പ്രിപ്പയർ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറഞ്ഞതിനകത്തൊക്കെ ഒരു കാര്യമുള്ള കാര്യമാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ ഈ മകാരം ആണെങ്കിലും കാ ചേർത്തിട്ടൊക്കെ ആണെങ്കിലും ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ പറയുന്നത് വലിയ ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും, ഇങ്ങനെ ചുമ്മാ കണക്ട് ചെയ്ത് ഇത് പറയാൻ വേണ്ടി പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കുറേ ലോജിക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസന്റ് ചെയ്തു. നല്ല വായനയുള്ള കൂട്ടത്തിലാണോ? തീർച്ചയായും. അപ്പൊ അതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പൊ ഈ പന്തളത്തിലൊരു പായുള്ളതിന്റെ അഹങ്കാരത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു ഉല്ലാസേട്ടാ, എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പാ വെച്ച് പന്തളത്തെക്കുറിച്ച് പറഞ്ഞത് പത്തരമാറ്റിന്റെ പൊന്നിൻ പൊലിമയുള്ള വാക്കുകൾ. കാരണം പൊൻതളം എന്ന വാക്കിൽ നിന്നാണ് പന്തളം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ശരിക്കും പന്തളത്തിന്റെ ആദ്യത്തെ പേര് പൊൻതളം എന്നായിരുന്നു. രാജ ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത്. ഒന്നും പറയല്ലോ സാർ, വലിയ ഒരു സല്യൂട്ട്. ഇത് പുരാണത്തിൽ നിന്നും തുടങ്ങി നമ്മുടെ സമകാലിക രാഷ്ട്രീയ കാര്യങ്ങൾ വരെ കടന്നുപോയി. അതായത് ചുമ്മാ അത് പാ വെച്ച് ഇങ്ങനെ കുറെ വാക്കുകൾ ഉണ്ടാക്കി പറഞ്ഞല്ല. ഇതിനകത്ത് ചരിത്രമുണ്ടായിരുന്നു, പുരാണമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം നേടിത്തുന്ന നമ്മുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. വലിയ വായനാശീലമൊക്കെ ഉള്ള ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. എന്തായാലും നന്നായിരുന്നു. ഇപ്പോഴും പറയാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇനി ഇതുപോലുള്ള എല്ലാ അക്ഷരങ്ങളെക്കുറിച്ചും ഇതേപോലുള്ള പരിപാടി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിത് തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രദീപ് ജി, അശ്വമേധത്തിലെ പ്രദീപ് ജിയുടെ ടോണാണ് വന്ന് കയറിയത് അല്ലേ? തോന്നിയതായിരുന്നു. അത് പായൽ തുടങ്ങി ഇപ്പോൾ ഉല്ലാസ് പറഞ്ഞ പോലെ തന്നെ അതിൽ ഓരോരോ സാരാംശങ്ങളും അല്ലെങ്കിൽ ഒരു ഗുണപാഠങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട്. ഓരോ കണ്ണികൾ എടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ പട്ടി പൂച്ച അങ്ങനെ വെറുതെ പറഞ്ഞു പോകണമല്ല, കുറച്ച് വാക്കുകളല്ല. നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു കഥയുണ്ട്. അതിൻ്റെ ഇത് നന്നായിട്ട് വായന. ഇവിടെ കള്ളിക്കാട്, സിദ്ധാർത്ഥൻ കള്ളിക്കാട്. അപ്പോൾ ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹം വായനയുടെ മെയിൻ ആളാണ്. എഴുത്തിൻ്റെയും എല്ലാ കുലപതിയാണ്. ഇപ്പം എന്ന പോലെ നല്ല നല്ല വായനയും കുറേ അറിവുകളും സമ്പാദിച്ച് ഈ പായിൽ നിന്നും മായിൽ നിന്നും കായിൽ നിന്നൊക്കെ വിട്ടിട്ട് വേറൊരു ലോകത്തേക്ക് കുതിച്ചുയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിച്ച് പൊളിച്ച് ഇനിയും പറ്റാം. അതായത് നല്ല ഫ്ലോയുണ്ടായി എല്ലാവരും ആസ്വദിക്കുകയും ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പല വാക്കുകൾ പതിവായി പഠിച്ചാൽ പതിരില്ലാതെ പറയാമെന്ന് തെളിയിച്ച സിദ്ധാർത്ഥൻ ചേട്ടന് നമ്മുടെ വക ഒരു അടിപൊളി സല്യൂട്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണണം. ഇതിലും വലിയ 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 സ്റ്റേജുകളിലേക്ക് വളരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.